എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രവീന്ദ്രൻ സുധിയുടെ കർണം പൊത്തി ഒറ്റ ഉണങ്ങിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടതും ചന്ദ്രമതി ഞെട്ടിപ്പോയി. ചന്ദ്രമതി പെട്ടെന്ന് ഓടി വന്നിട്ട്, അയ്യോ അവനൊന്നും ചെയ്യരുത്, ആ പാവം എന്ന് പറയാം. ഇവനാണ് പാവം. നീ ഇവനും കൂടെ കൂടിയിട്ട് എന്നെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ. ഇവന് വേണ്ടിയിട്ടാ രാവിലെ ഇന്ന് നീ ഫുഡ് ഉണ്ടായിക്കൊണ്ട് മാമയ്ക്കാന്നും പറഞ്ഞ് വന്നോണ്ടിരുന്നേ. നിനക്ക് എങ്ങനെ തോന്നിയിട്ട് എന്നെ വഞ്ചിക്കാനായിട്ട്, എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വരാനായിട്ട്. എന്നെ രേവതിനെയൊക്കെ ചതിച്ചവനാ അവന്. ഇനി ഒരു അക്ഷരം പോലെ നീ ഇവനെ കൂടെ മിണ്ടിയേക്കരുത്. മിണ്ടിയിട്ടോ നിന്നെ കർണം അടിച്ചാൻ പോയിക്കും എന്ന് പറഞ്ഞ് കയ്യങ്ങ് ഓങ്ങുവാണ്. അത് മാത്രമല്ല നിന്നെ കൊന്നു കുഴിച്ചു മൂടണമെന്ന് പറയണം. ചന്ദ്രമതി ഞെട്ടിത്തരിച്ചു പോയി. ഇത്രയും ദേഷ്യത്തോടെ ആദ്യമായിട്ട് രവീന്ദ്രനെ കാണുന്നത്. ചന്ദ്രമതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പിന്നെ സുധീന്ദ്രനെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങാനായിട്ട്? അതും പോരാഞ്ഞിട്ട് ഇത്ര ധൈര്യത്തോടെ നിനക്ക് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് നിനക്ക് നാണം ഉണ്ടാടാ? പാവം ഒരു പെൺകൊച്ചിന്റെ കണ്ണീര് കണ്ടല്ല നീ ഇറങ്ങിപ്പോന്നെ. മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോ അവരും അവരുടെ കുടുംബം എത്രമാത്രം വേദനിച്ച് നിനക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. കേട്ടോ, സുധീനൊന്നും മിണ്ടുന്നില്ല. സുധീനെ മുഖം കുടിച്ച് നിൽക്കുക. ഇവിടെ നോക്കടാ, അവൻ താഴേക്ക് നോക്കി നിൽക്കുന്നു. നിനക്ക് നാണം ഉണ്ടെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കുകയാണ്. അന്നും പറഞ്ഞ് വീണ്ടും അടിക്കൂടാ. അടിച്ചവൻ താഴെ വീണോടാ. പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ ഇനി എന്നെ അടിക്കരുതെന്ന് പറയാം. അച്ഛനോ? ആരുടെ അച്ഛൻ? ഇനി അച്ഛാന്നൊരു വാക്ക് നീ മിണ്ടിപ്പോയേക്കരുത്. ഞാൻ നിന്റെ അച്ഛനുമല്ല, നീ എന്റെ മോനുമല്ല. ആ ബന്ധങ്ങളൊക്കെ എന്നേ തീർന്നു. ഇപ്പൊ എനിക്ക് നിന്നെ ഓർത്ത അപമാനമാ തോന്നുന്നേ. നിന്നെപ്പോലെ ഒരുത്തന് എന്റെ മകനായിട്ട് ജനിച്ചല്ലോ എന്ന് ഓർത്തോണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇത്രയും കാലം നീ എന്നെ അച്ഛാന്ന് വിളിച്ചു. ഇനി ആ വിളി കേൾക്കാനായിട്ട് ഞാൻ നിനക്ക് നിന്ന് തരില്ലടാന്ന് പറയണം. അല്ല, നിനക്ക് എന്തിന്റെ കുറവായിരുന്നുണ്ടായിരുന്നേ? നീ വേണമെന്ന് പറഞ്ഞ് എല്ലാം നിനക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ആഗ്രഹത്തിനൊത്ത് നിന്നെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം വാങ്ങിച്ചു തന്നിട്ടില്ലേ? ബാക്കി രണ്ടുപേരുടെ കാര്യത്തെക്കാളും കൂടുതലായിട്ട് നിന്റെ കാര്യത്തിനാണ് ശ്രദ്ധ തന്നിരുന്നേ. സച്ചിയും ശ്രീകാന്തും, അവരെ കുറിച്ചെങ്കിലും ഒരു നിമിഷങ്ങൾ നീ ചിന്തിച്ചോടാ. അവരും കൂടെ അനുഭവിക്കേണ്ട തുകയാ ഒറ്റയടിക്ക് നീ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഒരിക്കലും നീ ഗതി പിടിക്കണം അന്ന് നിന്നെ ശപിച്ചായിരുന്നടാ. കാരണം അത്രയ്ക്ക് കൊടും ക്രൂരതയാ നീ എന്നോട് ചെയ്ത് പോട്ടെ, ആ രേവതിയോട് ചെയ്ത്. അവൾ എല്ലാവരുടെയും മുന്നിലെ തല കുണിച്ചിരിക്കുന്ന ആ രംഗം, അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല സുധി. നീ ഒരിക്കലും ഇതിന് മാപ്പ് അർഹിക്കുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രപതി കേട്ടു പറഞ്ഞു, അതെ പോട്ടെ, അവനോട് ക്ഷമിക്ക്. അവന്റെ അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കാൻ പറയണം. അബദ്ധം പറ്റിയോ ഇവന്? കൊള്ളാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, നീ ആ 75,000 രൂപ ആ വാടകക്കാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വീണ്ടും ഇവന് കൊണ്ടേ കൊടുത്തോന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ നിന്നോട് ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയണം. അല്ല, ഇവന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോ എന്തവസ്ഥ? ഇവന് എന്തവസ്ഥയുള്ളതാ? ഇവന് അത്രയും പൈസ 50 ലക്ഷം രൂപ കൊണ്ടുപോയത് പോരാഞ്ഞിട്ട് വീണ്ടും നീ 75,000 രൂപ കൂടെ കൊണ്ടു കൊടുത്തിരിക്കുന്നില്ലേ? സച്ചിയുടെ ശ്രീകാന്തിനെ കാര്യം നീ ഓർത്തോ? നിനക്ക് ഇവൻ മാത്രമല്ല, വേറെ 2 മക്കളും കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും നിനക്ക് ഇവന്റെ കാര്യത്തിന് മാത്രം ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മക്കൾ എങ്ങനെ ജീവിക്കുന്നു, എന്ത് ചെയ്യുന്നു നിനക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എപ്പോഴും ഇവനോടായിരുന്നു കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അതേ സ്വഭാവം തന്നെ ഇവന് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, ഇനി ഒരു അക്ഷരം മിണ്ടാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടു. ഇനി ഇവിടെ നിന്നെ കണ്ടുപോയേക്കലെന്ന് പറയണം. വീണ്ടും സുധിയുടെ കാരണം നോക്കി ഓർമ്മ പൊട്ടിച്ചിട്ട് വെച്ചു, എടുക്കടാ എന്റെ 50 ലക്ഷം എന്ന് പറയണം. സുധി പറഞ്ഞു, അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എന്റെ 50 ലക്ഷം രൂപ എടുക്കുക, എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണമെന്ന് പറയാം. അച്ഛൻ്റെ പൈസ ഇല്ലെന്ന്. പൈസ ഇല്ലേ? നിന്റെ പൈസ ഇല്ലേ? പിന്നെ അത് എവിടെ പോയെന്ന് ചോദിക്കാണ്. ചന്ദ്രമതി പെട്ടെന്ന് കൊണ്ട് പറഞ്ഞു, അതെ അവന്റെ പൈസ ഇല്ലെന്ന് പറയാണ്. പിന്നെ പൈസ എവിടെ പോയെന്ന് ചോദിക്കാണ്. അല്ല, അവന്റെ പെണ്ണിനെ സ്നേഹിച്ചില്ലായിരുന്നോ? ആ പെണ്ണ് ആ പൈസയും കൊണ്ട് മുങ്ങിന്ന് പറയണേ. പൈസയും കൊണ്ട് മുങ്ങി? അതെ, രണ്ടുപേരും കൂടെ അടുത്ത നമ്പറുമായിട്ട് എൻ്റെ അടുത്ത് വരേക്കല്ലേ. അറിയാലോ എന്റെ സനി സ്വരൂപം. 10-40 വർഷം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ചോര നീരുമില്ലാതെ. ആ തുകയും കൊണ്ട് പോയേക്കുന്നത്. ബാക്കി 2 മക്കളും കൂടെ അനുഭവിക്കേണ്ട തുകയാ. അന്നേ സച്ചി എന്നോട് പറഞ്ഞ, വേണ്ടച്ചാ ഇങ്ങനെ ഒരു തീരുമാനം ഇടപെടിന്ന് എടുക്കണ്ട. അച്ഛന് വയസ്സിനാം കാലത്ത് അച്ഛന് സഹായമായിട്ട് ആ പൈസ അക്കൗണ്ടിൽ ഇടാനായിട്ട്. പക്ഷെ നിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ ഇവന് പൈസ കൊടുത്ത്. എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ കിട്ടണം. ഇപ്പൊ എനിക്ക് ഈ നിമിഷം കിട്ടണമെന്ന് പറയാം. അച്ഛൻ ഞാൻ പറഞ്ഞ സത്യ, ആ പൈസ എന്റെ കയ്യിൽ ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് സുധീന്ദ്രൻ കണ്ണു നോക്കി വീണ്ടും അടിക്കുകയാണ്. ചന്ദ്രപതി പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയും. ഓഹോ, അപ്പൊ നീയും കൂടെ അറിഞ്ഞിട്ടായിരുന്നു ഈ നാടകങ്ങളൊക്കെ കളിച്ചല്ലേ എന്ന് ചോദിക്കണം. അല്ല, സത്യമായിട്ടും അല്ല, ഞാൻ ഇവിടെ ഇവനുണ്ടെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വെച്ചാ ഇവനെ കാണുന്ന തന്നെ. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാതെ എന്ന് ക്ഷേത്രത്തിൽ വന്ന് അന്നദാനം കഴിക്കുമായിരുന്നു. അവന്റെ ആ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഒരു പെറ്റമ്മയില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇവന്റെ ഒരു പൈസ പോലും ഇല്ലെന്ന് പറയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ സുധയുടെ കൊളറിലെ പിടി അങ്ങോട്ട് വിടുവാണ്. എന്നിട്ട് സുധീന്ദ്രനോട് ചോദിച്ചു, അതെ
ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഈ സമയത്ത് എനിക്ക് സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നറിയത്തില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ പറ്റിച്ചിട്ട് എന്നെ പറ്റിച്ചിട്ട് നീ കടന്നു കഴിഞ്ഞപ്പം നിന്നെ പറ്റിച്ചിട്ട് ഒരു പെണ്ണ് പോയി. അപ്പൊ അതിനർത്ഥം എന്താ? ദൈവം നിനക്കിട്ടുള്ള പണി ഓൺ ദ സ്പോട്ടിൽ തന്നെ തന്നല്ലേ. എന്റെ പൈസ പോയതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഒന്നോർത്തും എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് ആ പൈസ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായല്ലോ. എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ രേവതി എന്ന് പറയുന്ന അവളുടെ കണ്ണീര്, അവൾ ആ മണ്ഡപത്തിൽ വെച്ച് അവളുടെ കണ്ണീര് മണ്ഡപത്തിൽ വീണപ്പോണ്ടല്ലോ, അത് കണ്ണീരല്ല, ചോരയായിരുന്നു. എല്ലാവരുടെ മുന്നിൽ അപമാനിതയായ തല കുനിച്ച് ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആ മോളുടെ രൂപം എന്റെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നുണ്ട്. പക്ഷെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവല്ല. നിന്റെ അമ്മയെന്ന് പറയുന്ന ഇവൾക്കെന്ന് പറയണം. എനിക്ക് നിനക്ക് കിട്ടാനുള്ള കൂലി നിനക്ക് കിട്ടി, ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ വെച്ചു, അല്ല നീ വരുന്നില്ലെന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു, അല്ല ഇവനില്ലാതെ എങ്ങനെയാ വരുന്നേ? ഇവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാന്നാണ്. ആരെ കൂട്ടിക്കൊണ്ട് പോകാനാ? അല്ല ഇവനെയും കൂടെ. നിനക്ക് വരാനുണ്ടെങ്കിൽ നിനക്ക് വരാം, പക്ഷെ ഇവനെയും കൂടെ കൊണ്ട് അങ്ങോട്ട് വരാനാണെങ്കിൽ വെറുതെ നീ വ്യാമോഹിക്കണ്ട ചന്ദ്രമതി. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവൻ ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ 50 ലക്ഷം രൂപ ഇല്ലാതെ അവൻ ആ വീട്ടിലേക്ക് കയറേണ്ടെന്ന് പറയാം. ചന്ദ്രമതി ചോദിച്ചു, അവൻ ആ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അവന്റെ 1 രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഉണ്ടാക്കാനാന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്തു, ഇവന്റെ കൂടെ നീയും കൂടെ താമസിച്ചോ. അവൻ എപ്പം 50 ലക്ഷം കൊണ്ട് വരുന്നോ അന്ന് നീ വീട്ടിൽ കയറിയാൽ മതി. അല്ല നീ വീട്ടിൽ കയറേണ്ടെന്ന് പറയാണ്. നിനക്കല്ലെങ്കിൽ ഇവന്റെ കൂടെ കഴിയാനായിരിക്കും യോഗം. നീ ഈ ലോഡ്ജിൽ കിടന്നോളാൻ പറയണം. എന്നിട്ട് രവീന്ദ്രന്റെ അങ്ങോട്ട് പോവുകയാണ്. രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധിയോട് സാരില്ല, നീ വിഷമിക്കണ്ട കേട്ടോ മോനെ. അച്ഛനെ പറഞ്ഞ് എന്നെങ്ങനെയും മനസ്സിലാക്കാം. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ മേലായിരുന്നു ചോദിക്കണം. അതെങ്ങനെയാ മോനെ ഞാൻ പോകുന്നേ? നിന്നെ എനിക്ക് ഇവിടെ തനിച്ചിട്ടിട്ട് പോകാൻ പറ്റുമോ? ഞാനും നിന്റെ അമ്മയല്ലേടാ. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ മനസ്സിലാക്കണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. താൻ കാരണം അമ്മയും കൂടെ വേദനിക്കുവാണോ എന്ന് ചിന്തയുണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ശ്രുതിയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അവിടെ ശ്രുതി തന്റെ കൂട്ടുകാരിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വരുവാണ്. അപ്പൊ ഈ ഫേസ് പാക്ക് ഉണ്ടപ്പോഴത്തേനും ശ്രുതിയുടെ കൂട്ടുകാരി ചോദിച്ചു, ഇതെന്താ ഒരു ദിവസം എത്ര പ്രാവശ്യം ഫേസ് പാക്ക് ഉണ്ടോന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് ഇട്ട് തന്നതല്ലേന്ന് ചോദിക്കണം. അതോ, അത് പഴയതാ, ഇതൊരു പുതിയ ഫേസ് പാക്ക് എന്നാണ്. ഇതെന്താ നീ എന്റെ മുഖത്തിടുന്നേ? ഇതൊരു പരീക്ഷണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നല്ലേ, എന്തേലും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടോന്ന് അറിയത്തില്ലോ. വേറെ ആരുടെയും ഫേസ് ഇടുന്നതിന് മുമ്പ് നിന്റെ ഫേസ് ഒന്ന് ഇട്ട് നോക്കേണ്ടത് ചോദിക്കണം. ഓഹോ, അപ്പൊ ഞാനൊരു പരീക്ഷണ വസ്തു അല്ലേ? ഓഹോ, ഈ ലാബിലൊക്കെ എലിയുടെ മേലെയൊക്കെ പരീക്ഷണം നടത്തുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്നെ പരീക്ഷണം നടത്തി നോക്കുക. കൊള്ളാം, പൈസ മുടക്കാൻ നീ ഓസിൽ അങ്ങനെ പരീക്ഷണം നടത്തി നോക്കല്ലേന്ന് ചോദിക്കണം. പോട്ടടി, നീ ജീവിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അതെ അതെ ജീവിക്കണം, അതൊക്കെ പോട്ടെ, ഇന്നെങ്കിലും വാടക കൊടുക്കണം. ഹൗസ് ഓണർ ചോദിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. അയ്യോ, എപ്പം നിനക്ക് ചോദിച്ചാൽ ഈ റെന്റിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കണം. പിന്നെ ഞാനെന്ത് പറയാനാന്ന് ചോദിക്കണം. ഇടി എല്ലാം ശരിയാവും, ഞാൻ നല്ലൊരു ബ്യൂട്ടി പാർലറൊക്കെ ഇരട്ടെ, എന്റെ മനസ്സിലെ ആഗ്രഹം അതാന്ന് പറയണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ബ്യൂട്ടി പാർലർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ നീ എന്നെ ഒരു കളിയാക്കുന്ന പോലെ? അയ്യോ ഒന്നുമില്ല എടി, അതിനൊക്കെ കുറെ പൈസ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ ശ്രുതി പറഞ്ഞു, പൈസ വേണം, പൈസ നമ്മളായിട്ട് ഉണ്ടാക്കണം. ദൈവം നമുക്ക് ഒരു ജീവിതം തരുള്ളൂ. അടുത്ത ജന്മം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടോ ഇല്ലെന്നും ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഉള്ള ജീവിതം നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതോടൊപ്പം തന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഗുണമുള്ള ഇന്നലത്തെ കാലത്ത് നമുക്കൊരു വില ഉണ്ടാവണമെങ്കിൽ പൈസ വേണം. പണമില്ലാത്തവൻ വിടവാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്നൊരവസ്ഥയാന്ന് പറയാണ്. ഇങ്ങനെ ശ്രുതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. നോക്കിയപ്പോ അമ്മയാണ്. ഇത് അമ്മ വിളിക്കുന്നുണ്ട്. പറയാം, നീ കോൾ എടുത്തേ, ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് നീ കോൾ എടുത്തില്ലല്ലോ എന്ന് കൂട്ടുകാർ പറയണം. ശ്രുതി മനസ്സിലോടെ കോൾ എടുക്കുക. എന്താ അമ്മന്ന് ചോദിക്കുകയാണ്. നീ എന്താ ശ്രുതി ഇങ്ങോട്ടൊന്ന് വിളിക്കാത്തെ? നിനക്ക് ഞങ്ങളെയൊന്നും കാണണമെന്നില്ലേ? ഇങ്ങോട്ട് വരണമെന്ന് പോലും ഇല്ലേന്ന് ചോദിക്കുകയാണ്. എടാ ശ്രുതി പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാസം അയച്ചു തരുന്ന പൈസ ആരയച്ചു തരും? ഞാൻ അവിടെ ഒന്ന് വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ പൈസ താനേ അങ്ങോട്ട് ഉണ്ടാകുമോ? ഇവിടെ വന്ന് നന്നായിട്ട് എല്ലും മുറിയെ പണിയെടുത്താൽ മാത്രം പൈസ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ശരി ശരി, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. എന്നാലും നിന്നെ കാണാത്തോണ്ടൊരു വിഷമം കൊണ്ട് വിളിച്ചാന്ന് പറയാണ്. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്, ആ ഒരു വിഷമം ഇല്ലാതിരിക്കോ? ഞാൻ നിന്റെ അമ്മയല്ലേന്ന് ചോദിക്കണം. ശരി മനസ്സിലായി, അടുത്ത ദിവസം എങ്ങാനും ആട്ടെ, സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി ഞാൻ പറഞ്ഞു, അതെ മോന് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ അടുത്തൊന്ന് മോന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ്. അവൻ വിളിച്ചിട്ട്, ചിറ്റ എന്നാ ഉണ്ട് വിശേഷം? ചിറ്റ എന്നെ എതിരായിട്ടും വരാത്തേന്ന് ചോദിക്കുകയാണ്. ഇന്നലെയൊക്കെ ഞാൻ ഫോണും കൈ പിടിച്ചോണ്ടിരുന്നു ചിറ്റ വരുമെന്ന് ഓർത്തിട്ട്, ചിറ്റ ഒന്ന് വിളിക്കുമെന്ന് ഓർത്തിട്ട്. പക്ഷെ ചിറ്റ വിളിച്ചുമില്ല, ചിറ്റ വന്നുമില്ല. എനിക്ക് കാണാൻ കൊതിയായെന്ന് പറയാണ്. അപ്പൊ ശ്രുതി അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. പറഞ്ഞു, ഞാൻ വരാം, എനിക്കിവിടെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ വരാൻ മോനെന്ന് പറയണം. പറ്റിക്കരുത് കേട്ടോ, വരണം കേട്ടോ എന്ന് പറയാം. ശരി ശരി എന്ന് പറയണം. പിന്നീട് ശ്രുതിയുടെ അമ്മയുടെ കയ്യിലേക്ക് അവൻ ഫോൺ കൊടുക്കുകയാണ്. അപ്പൊ അമ്മ ചോദിച്ചു, നീ വരുമല്ലോ അല്ലേ? അല്ലെങ്കിലും അവന് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഈ വീട്ടിൽ തന്നെ എത്ര നാളെന്ന് അവൻ ഇരിക്കുന്നേ, അവന് പുറലോകമായിട്ടൊരു ബന്ധം വേണ്ടേ?
അവനാണെങ്കിൽ അവധി സമയം കൂടെ അല്ലേ, അവൻ പുറത്തിറങ്ങി പോകാൻ അവനും ആഗ്രഹങ്ങളൊക്കെ കാണും. ഇനിയിപ്പോൾ അടുത്ത ദിവസം എനിക്കിന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട്. ആ സമയത്ത് ഇവനെ അവിടെ അവളുടെ വെല്ലുമ്പച്ചിയുടെ വീട്ടിൽ അങ്ങനെ കൊണ്ടേ ആക്കിയിട്ട് പോകാന്ന് ഓർത്താ ഞാൻ ഇരിക്കണമെന്ന് പറയണം. ശരി ശരി, അമ്പലത്തിൽ പോകാനുള്ള പൈസ ഞാൻ ഇട്ട് തന്നേക്കാം, 10,000 രൂപ ഇട്ട് തന്നേക്കാം, അതുകൊണ്ട് പൊക്കോളാൻ പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് സുധിയുടെ അമ്മ കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്തപ്പോഴത്തേനും സുധി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ വിളിച്ചായിരുന്നു, അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു പറയണം. ഓ, അപ്പൊ ഈ തവണത്തെ റെന്റ് നിന്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായെന്ന് പറയണം. ഇടിയോ അത് അഡ്ജസ്റ്റ് ചെയ്യുക, എന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കണം. ശരി, എന്തേലും ആയിക്കോട്ടെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമേന്ദ്രൻ അടുത്തുനിന്ന് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ രേവതി എന്നിട്ട് ചോദിച്ചു, അമ്മ വന്നില്ലേ അച്ഛാന്ന് ചോദിക്കണം. ഇല്ല വന്നില്ല. അതെന്താ അച്ഛാ? അവള് വരണമെങ്കിൽ അവളുടെ മൂത്ത മോൻ വേണമെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, മൂത്ത മോൻ്റെ കൂടെ അവിടെ കിടന്നോളാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിലും അത്രയും തെറ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും അവനെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി സൽക്കരിക്കണോ അല്ലേന്ന് ചോദിക്കണം. അല്ലച്ചാ, അത് പിന്നെ അമ്മ അവിടെ നിന്നാൽ ശരിയാവുമെന്ന് ചോദിക്കണം. എന്താ ശരിയാവില്ലാത്ത? അവൾക്ക് പ്രിയപ്പെട്ട അവന്റെ മൂത്ത മോനാണെങ്കിൽ അവന്റെ കൂടെ അവള് നിൽക്കട്ടേനെ, എന്തിനാ ഈ കുടുംബത്തിലേക്ക് വന്ന് വേറൊരു സ്വസ്ഥത കളയണമെന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയണം. അല്ലച്ചാ, അതിന്റെ ആവശ്യമുണ്ടോ? നീ കുടുംബത്തിലുള്ള പ്രശ്നം ഈ കുടുംബത്തിൽ തന്നെ തീർത്താ പോരെ? അമ്മ ലോഡ്ജിൽ പോയി താമസിക്കുന്ന ആൾക്കാരൊക്കെ തിരക്കും, പിന്നെ നാണക്കേട് ആർക്കാ? ഈ കുടുംബത്തിനല്ലേന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ആ ചിന്ത അവൾക്കില്ല മോളെ. അവൾക്ക് ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ട് വരത്തില്ലേ? മോന്റെ കൂടെ വരുവോളെന്ന് ഒറ്റക്കാലെ തപസ് ചെയ്തോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം. എന്നാലും വെച്ചാ അച്ഛൻ വിളിക്കാൻ പറയണം. ഞാൻ വിളിക്കത്തില്ല മോളെ, എന്നെ കൊന്നാലും ഞാൻ വിളിക്കില്ലെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. നീ വിളിച്ച അവള് വരുവോ? ഞാൻ പറയാം, അച്ഛൻ പറഞ്ഞിട്ടാ വിളിക്കുന്നതെന്ന് പറയാന്ന് പറയണം. ശരി ശരി, എന്നാ നീ വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ രേവതി ചന്ദ്രമതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചന്ദ്രമതി ഫോണിലേക്ക് വിളിച്ച് ചന്ദ്രമതി കോൾ എടുത്തു. ഇവളെന്തിനാ വിളിക്കുന്നത് ഈ സമയത്ത് പോലും? കോൾ എടുത്തേക്കാന്ന് ഓർത്ത് കോൾ എടുക്കുകയാണ്. കോൾ എടുത്തേന്ന് ചോദിച്ചു, അമ്മ എവിടെയാന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അറിഞ്ഞാൽ നിനക്ക് എന്താന്ന് ചോദിക്കണം. അമ്മ ഇങ്ങോട്ട് വാ അമ്മ എന്ന് പറയാണ്. ഓഹോ, എന്താ ഇപ്പൊ എന്നെ വിളിച്ച് പ്രത്യേകിച്ച് സോപ്പിടാനായിട്ട് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടോന്ന് ചോദിക്കണം. അതല്ലമ്മേ, അമ്മ ഇത്ര സമയമായിട്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ച. അതല്ല, നിന്റെ അച്ഛൻ എന്നാ പറഞ്ഞതറിയോ, എന്നോട് അങ്ങോട്ട് വരണ്ടെന്ന. അതാ ഞാൻ വരാത്തേന്ന് പറയണം. അമ്മ അച്ഛനാ പറഞ്ഞ അമ്മേനെ വിളിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെന്നാണ്. അന്നൊരു കാര്യം ചെയ്യ, അച്ഛനോട് വിളിക്കാൻ പറ, എന്നാ ഞാൻ വരാന്ന് പറയാണ്. അമ്മ ഇങ്ങനൊന്നും പറയല്ലമ്മേ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നേ. അതേ, അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കൂട്ടോ, അമ്മ വരണോന്ന് പറയാണ്. ശരിയാ, നോക്കാന്ന് പറയാ. നോക്കുവന്നുണ്ട് എന്നെ അമ്മയെന്ന് പറയണേ. ശരി ശരി, എന്തേലും ആയിക്കോട്ടെ, നീ ഫോൺ വെക്കാൻ പറയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധി വെച്ചു, ആരമ്മേന്ന് ചോദിക്കണം. ആ രേവതി, സച്ചിയുടെ ഭാര്യ എന്നെ അങ്ങോട്ട് വിളിക്കുന്നു, നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുന്ന, നീയും പെട്ടെന്ന് റെഡിയാ, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയണം. അത് ശരിയാവത്തില്ല, ഞാൻ വരത്തില്ല, അച്ഛൻ എന്നെ വഴക്ക് പറയും. വഴക്ക് പറയാൻ മാത്രമല്ല, ചിലപ്പോൾ ഇനി എന്നെ തല്ല് നിന്ന് ഇറക്കി വിടുമെന്ന് പറയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഈ അമ്മയല്ലേ കൂടെയുള്ളേ, നീ വരാൻ പറയാണ്. വേണ്ടമ്മ വേണ്ടാന്ന്. അന്നൊരു കാര്യം ചെയ്യാം, അമ്മയില്ല ഞാനും പോകുന്നില്ല, അല്ല നീ ഇല്ലെങ്കിൽ ഞാനും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരിക്കുകയാണ്. അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ? ചന്ദ്രമതി, നീ ഇല്ലാതെ എനിക്ക് അവിടെ പോയി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുവാടാ? ഒരിക്കലും ഇല്ല, നീ ഉണ്ട് എനിക്കൊരു ധൈര്യമാ, ഇനി അച്ഛനൊന്നും പറയത്തില്ല, നീ ധൈര്യമായിട്ട് പോരാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതി സുധീരൻ കൂട്ടി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് രവീന്ദ്രൻ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ബാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിക്കൊണ്ടപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കി രണ്ടുപേരെ നോക്കിയിട്ട് സുധീരന്റെ മുഖത്തൊന്നും കണ്ണു പറിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് സുധീരനെ അടിച്ചു. നീ ആരാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഒരു നിമിഷം സുധീന്ദ്രൻ ഞെട്ടിപ്പോയി. തന്നോട് തന്നെയാണ് ചോദിക്കുന്ന ഒരു ചിന്ത സുധിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരില്ലെന്ന്, പിന്നെ നീ എന്ത് ബലത്തിന്റെ പേരിൽ ഇങ്ങോട്ട് കയറി വന്നെന്ന് ചോദിക്കുകയാണ്. നിനക്കിവിടെ സ്ഥാനമില്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാണ്. കേട്ടും ചന്ദ്രമതി ആകെപ്പാട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.